KTU 2019 സ്കീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് S5 മെക്കാനിക്സ് ഓഫ് മെഷീനറി എന്ന സബ്ജക്റ്റിൻ്റെ മൊഡ്യൂൾ 3 തിയറിയാണ്. ആദ്യമായിട്ട് നമുക്ക് സിമ്പിൾ ഗിയർ ട്രെയിൻ എന്താണെന്ന് നോക്കാം. ഒന്നിലധികം ഗിയറുകൾ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ സിമ്പിൾ ഗിയർ ട്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഗിയറിൻ്റെ RPM അതിൻ്റെ ടീത്തും മൾട്ടിപ്ലൈ ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു അതിനോട് കണക്ട് ചെയ്ത അടുത്ത ഗിയറിൻ്റെ RPM ഇൻറ്റു ടീത്ത്. അവിടെ നിന്ന് നമുക്കതിൻ്റെ സ്പീഡ് റേഷ്യോയുടെ ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തായിട്ട് നമുക്ക് കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ എന്താണെന്ന് നോക്കാം. സിമ്പിൾ ഗിയർ ട്രെയിൻ പോലെ തന്നെ ഒന്നിലധികം ഗിയറുകൾ സീരീസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നത് തന്നെയാണ് കോമ്പൗണ്ട് ഗിയർ ട്രെയിനോട് വ്യത്യാസം വരുന്നത്. രണ്ടോ അതിലധികം ഗിയറുകളോ ഒരു സെയിം ആക്സിസിന് എബൌട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യും. 2, 3 എന്നുള്ള ഗിയർ ഒരു സെയിം ആക്സിസ് അല്ലെങ്കിൽ സെയിം ഷാഫ്റ്റിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ വ്യത്യാസമായിട്ട് വരുന്നത്. ഇവിടെ ഗിയർ ട്രെയിനിൻ്റെ അല്ലെങ്കിൽ ട്രെയിൻ വാല്യൂൻ്റെ ഇക്വേഷനാണ് നമ്മൾ താഴെ എഴുതി വെച്ചേക്കുന്നത്. അടുത്തായിട്ട് പ്ലാനറ്ററി അല്ലെങ്കിൽ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. ഇവിടെ നമുക്കൊരു ആമുണ്ട്. ആ ആമിനെയാണ് ആം വെച്ചിട്ടാണ് രണ്ട് ഗിയറുകൾ കോണ്ടാക്റ്റ് ഉള്ളത്. അപ്പോൾ ഒന്നിന് റിലേറ്റീവായിട്ട് മറ്റേത് മൂവ് ചെയ്യും. സൺ ആൻഡ് പ്ലാനറ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എപ്പിസൈക്ലിക് ഗിയർ ട്രെയിനിൻ്റെ ഒപ്പം തന്നെ ഒരു ആനുലാർ വീൽ ആഡ് ചെയ്യുകയാണ് ചെയ്യണത്. ഒരു സൺ വീൽ സെൻറ്ററിലുണ്ട് S, അതിന് ചുറ്റും P എന്ന് പറഞ്ഞൊരു പിനിയൺ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ആം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ക്യാപിറ്റൽ A എന്നുള്ളൊരു ആനുലാർ ഗിയറിൻ്റെ ഇൻറ്റേർണലി ആയിട്ടാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം പഠിച്ചപ്പോൾ ആദ്യം ചെയ്ത പ്രോബ്ലം സൺ ആൻഡ് പ്ലാനറ്റ് ഗിയറിൻ്റെയാണ്. അടുത്ത ടോപ്പിക്കാണ് സിന്തസിസ് ഓഫ് മെക്കാനിസം. അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1 പഠിച്ചു എങ്ങനെയാണ് മെക്കാനിസംസ് ഒക്കെ വർക്ക് ചെയ്യണമെന്ന്. അപ്പോൾ ആ മെക്കാനിസത്തിനെ ഡിസൈൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ സിന്തസിസ് ഓഫ് എ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ടൈപ്പ് മെക്കാനിസമാണ്, എത്ര ലിങ്കേജ് അതിലുണ്ടാവും, അതുപോലെ എന്തൊക്കെ വാല്യൂസാണ് നമുക്കതിൻ്റെ കണ്ടുപിടിക്കേണ്ടത്, ഇങ്ങനത്തെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എത്രത്തോളം എറർ ഉണ്ടാവും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, അത് ഫാക്ടറോട് കൺസിഡർ ചെയ്യണം. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. സിന്തസിസ് പ്രോബ്ലങ്ങൾ നമ്മൾ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലാദ്യത്തെയാണ് ഫങ്ഷൻ ജനറേഷൻ. ഔട്ട്പുട്ട് ലിങ്ക് ടൈമിൻ്റെ ഒരു ഫങ്ഷനായിട്ട് മൂവ് ചെയ്യുന്നു എന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്നതാണ് ഫങ്ഷൻ ജനറേഷൻ. അടുത്ത് പാത്ത് ജനറേഷൻ. മെക്കാനിസം ഒരു പോയിൻറ്റിനെ ഗൈഡ് ചെയ്യുന്ന ഒരു പാത്തിൽ കൂടെ, അങ്ങനെ ഡിസൈൻ ചെയ്യുന്നതാണ് പാത്ത് ജനറേഷൻ. ലാസ്റ്റ് ബോഡി ഗൈഡൻസ്. ഇവിടെ ഒരു പൊസിഷൻ ഓഫ് ദ ബോഡിയും അതുപോലെ തന്നെ ആ ബോഡിയുടെ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റും വച്ചിട്ട് നമ്മൾ ഡിസൈനിങ് ചെയ്യുന്നത്. ഒരു മെക്കാനിസം ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് ആക്യുറേറ്റ്ലി പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. ആ പോയിൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് പ്രിസിഷൻ പോയിൻറ്റ്സ്. ഇത് നമ്മുടെ ഓവറോൾ സിസ്റ്റത്തിൻ്റെ എറർ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഇനി നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഒരു മൂവിങ് ലിങ്കിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് ലിങ്ക്, അതിനാണ് നമ്മൾ പോളെന്ന് വിളിക്കുന്നത്. ഇപ്പോൾ 2 ലിങ്കുകൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള സെൻറ്ററിനെയാണ് നമ്മൾ റിലേറ്റീവ് പോളെന്ന് വിളിക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഫങ്ഷൻ ജനറേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 4 ലിങ്ക് മെക്കാനിസത്തിൻ്റെ 2 പൊസിഷൻ സിന്തസിസ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 2 ആംഗിൾ തന്നിട്ടുണ്ടാവും, തീറ്റയും ഫൈയും, ഇൻപുട്ട് ആംഗിളും ഔട്ട്പുട്ട് ആംഗിളും. ആ 2 ആംഗിൾ വെച്ചിട്ട് എങ്ങനെയാണ് 4 ബാർ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ AD എന്നൊരു റാൻഡം ലെങ്ത്തിൽ ഒരു ലൈൻ നമ്മൾ ആദ്യം വരയ്ക്കുന്നു. എന്നിട്ട് ആദ്യം തീറ്റ 1, 2ൻ്റെ ഹാഫ് ഒരു ആംഗിൾ എടുത്തിട്ട് എന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ 5, 1, 2 എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഹാഫ് എടുത്ത് Dന്ന് ഹാഫ് എടുത്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് താഴത്തേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് റിലേറ്റീവ് പോൾ R12. ആ 2 ലൈനുകൾ കൂടി മീറ്റ് ചെയ്യുന്ന R12ൽ ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിളാണ് Ψ12. അവിടെ നമ്മൾ റാൻഡമായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു, ലൈൻ Y. അതിൽ കൺവീനിയൻ്റ് ആയിട്ടൊരു പോയിന്റിൽ C എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ കിട്ടിയ Ψ12 എന്ന് പറഞ്ഞ ആംഗിൾ ആ Y എന്ന് പറഞ്ഞ ലൈനിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ വരയ്ക്കുന്നു. ഇപ്പോൾ വരച്ച വരയിൽ നിന്ന് Ψ12 എന്ന് പറഞ്ഞ ആംഗിൾ എടുത്തിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ ഒന്നുകൂടി വരയ്ക്കുന്നു. അതിനാണ് ലൈൻ Z എന്ന് നമ്മൾ വിളിക്കുന്നത്. അതിൽ കൺവീനിയൻ്റ് ആയിട്ട് B എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ABCD എന്ന് കണക്ട് ചെയ്യുന്നു. ഇതാണ് 2 പൊസിഷൻ സിന്തസിസ് ഓഫ് എ 4 ബാർ മെക്കാനിസം. അടുത്തായിട്ട് 3 പൊസിഷൻ സിന്തസിസ് ആണ്. ഇവിടെ നമുക്ക് 2 ഇൻപുട്ട് ആംഗിളും 2 ഔട്ട്പുട്ട് ആംഗിളും തരും.
അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എ ഡി എന്നൊരു റാൻഡം ലെങ്ത്തുള്ള ലൈൻ വരച്ചിട്ട് ഇൻപുട്ട് ആംഗിളിൻ്റെ പകുതി എടുക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, ഔട്ട്പുട്ട് ആംഗിളിൻ്റെ പകുതി എടുക്കുക, താഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് R12 നമ്മൾ 2 പൊസിഷനിൽ ചെയ്ത പോലെ തന്നെ കിട്ടും. ഇനി രണ്ടാമത്തെ ആംഗിൾ θ13 അതിൻ്റെ ഹാഫ് എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന്, അതുപോലെ തന്നെ φ13 അതിൻ്റെയും ഹാഫ് എടുത്തിട്ട് നമ്മൾ ബിന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക. അങ്ങനെ നമുക്ക് വേറൊരു റിലേറ്റീവ് പോളോട് കിട്ടും R13. എന്നിട്ട് ഈ രണ്ട് റിലേറ്റീവ് പോളിൽ നിന്ന് നമ്മൾ റാൻഡമായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റിനാണ് നമ്മൾ സി എന്ന് വിളിക്കുന്നത്. ഇപ്പം നമ്മൾ വരച്ച രണ്ട് ലൈനിൽ നിന്നും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വരയ്ക്കണം. അതായത് R12 എന്ന് വരച്ച വരയിൽ നിന്ന് ψ12 എടുത്തിട്ട് നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ വരയ്ക്കുന്നു. അതുപോലെ R13 എന്ന് വരച്ച ലൈനിൽ നിന്ന് ψ13 എടുത്തിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ വരയ്ക്കുന്നു. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ബി എന്ന് പറയുന്നത്. അങ്ങനെ ABCD എന്നുള്ളൊരു 4/R മെക്കാനിസം നമുക്ക് കിട്ടും. അടുത്തതായിട്ട് സ്ലൈഡർ കറന്റ് മെക്കാനിസത്തിൻ്റെ 2 പൊസിഷൻ സിന്തസിസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു എക്സെൻട്രിസിറ്റി തരും, അതുപോലെ തന്നെ S12 എന്നുള്ളൊരു ലീനിയർ ഡിസ്പ്ലേസ്മെൻറ്റും ഒരു θ12 എന്നുള്ളൊരു ആംഗിളും തരും. അപ്പോൾ നമ്മൾ ആദ്യം L1 എന്നൊരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് എക്സെൻട്രിസിറ്റി എടുത്തിട്ട് L2 എന്നൊരു ലൈൻ വരയ്ക്കുന്നു, രണ്ട് പാരലൽ ലൈൻസ്. അതിൽ താഴെയുള്ള ലൈൻ L1 എന്നുള്ള ലൈനിൽ നമ്മൾ റാൻഡമായിട്ട് എ എന്നുള്ള പോയിൻ്റ് എടുക്കുന്നു, എന്നിട്ടൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതിൽ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ θ12 എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ ഹാഫ് എടുത്തിട്ട് ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ പോയിൻ്റിൽ നിന്ന് നമുക്ക് തന്ന ഡിസ്റ്റൻസ് S12ൻ്റെ ഹാഫ് എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് നമ്മളൊരു ലൈൻ മാർക്ക് ചെയ്യുന്നു. ആ ലൈനും θ12ൻ്റെ ഹാഫുള്ള ആ ലൈനും കൂടി മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് R12 എന്ന് പറയുന്നത്. R12 എന്ന് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ റാൻഡമായിട്ടൊരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ആ ലൈനിൽ നിന്ന് നമ്മൾ നേരത്തെ കിട്ടിയ θ12/2 എന്നുള്ള ലൈൻ താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അത് വന്നിട്ട് നമ്മൾ ആദ്യം വരച്ച L2 എന്ന് പറഞ്ഞ ലൈനിൽ മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് സി എന്ന് പറഞ്ഞ പോയിൻ്റ് കിട്ടുന്നത്. R12 എന്ന് റാൻഡമായിട്ട് വരച്ച ആ ലൈനിൽ കൺവീനിയൻ്റ് ആയിട്ടൊരു പൊസിഷനിൽ ബി എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ ചൂസ് ചെയ്യുക ആർബിട്രറി ആയിട്ട്. എന്നിട്ട് ABC കണക്ട് ചെയ്യുക, അവിടെ സി ആണ് സ്ലൈഡർ. ഇങ്ങനെയാണ് നമ്മൾ 2 പൊസിഷൻ സിന്തസിസ് ചെയ്യുന്നത് സ്ലൈഡർ കറന്റ് മെക്കാനിസത്തിൻ്റെ. അടുത്തായിട്ട് 3 പൊസിഷൻ സിന്തസിസ് ഓഫ് എ സ്ലൈഡർ കറന്റ് മെക്കാനിസം ആണ്. ഇവിടെ നമുക്ക് എക്സെൻട്രിസിറ്റി, അതുപോലെ തന്നെ രണ്ട് ആംഗിൾ θ12 θ13, അതുപോലെ രണ്ട് ഡിസ്റ്റൻസ് S12 S13. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ട് ലൈൻ വരയ്ക്കുക. ആദ്യം L1 വരയ്ക്കുക, അവിടെ നിന്ന് എക്സെൻട്രിസിറ്റി എടുത്തിട്ട് L2 വരയ്ക്കുക. എന്നിട്ട് താഴെയുള്ള ലൈനിൽ, അതായത് L1, അതിൽ റാൻഡമായിട്ട് എ എന്ന് പറഞ്ഞൊരു പോയിൻ്റ് ചൂസ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എയിലൊരു വേർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് θ12/2 എന്നുള്ള ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ S12 എന്നുള്ള ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്യുക ഒരു വേർട്ടിക്കൽ ലൈനായിട്ട്. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് R12 എന്നുള്ള റിലേറ്റീവ് പോൾ തന്നെ. അതുപോലെ തന്നെ അടുത്ത ആംഗിൾ θ13 എടുക്കുക, എന്ന് ആൻറ്റി ക്ലോക്ക് വൈസിൽ മാർക്ക് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് S13യുടെ പകുതി എടുത്തിട്ട് ലെഫ്റ്റിലേക്ക് വെർട്ടിക്കൽ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് R13. അങ്ങനെ നമുക്ക് രണ്ട് റിലേറ്റീവ് പോൾ കിട്ടും. അതിനുശേഷം നമ്മൾ ആദ്യം വരച്ച L2 എന്ന് പറഞ്ഞ ലൈനിൽ ആർബിട്രറി ആയിട്ട് സി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. അവിടുന്ന് R13യും R12വും കണക്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് R12 എന്ന് കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ θ12 എന്നുള്ളൊരു ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ മുകളിലേക്ക് വരയ്ക്കുക. അതുപോലെ R13 നിന്ന് θ13/2 എന്നുള്ള ആംഗിൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ മുകളിലേക്ക് വരയ്ക്കുക. അപ്പോൾ അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ബി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കിട്ടും. എങ്ങനെ ABC ജോയിൻ ചെയ്യുക. ഇതാണ് 3 പൊസിഷൻ സിന്തസിസ്. അപ്പോൾ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് 2 പൊസിഷൻ 3 പൊസിഷൻ സിന്തസിസിലൊക്കെ നമ്മൾ റാൻഡമായിട്ടുള്ള വാല്യൂസ് എടുത്തിട്ടാണ് വരയ്ക്കണത്. അപ്പോൾ എക്സാമിന് നമുക്ക് തിയറി ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് എഴുതി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ആംഗിൾ വെച്ച് വരയ്ക്കുക. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ആംഗിളോ ലെങ്തോ തരാണെങ്കിൽ അത് വെച്ച് വരയ്ക്കുക. ഓക്കെ. AD എല്ലാ കേസിലും 4 ബാറിൻ്റെ കേസിൽ റാൻഡം ആയിരിക്കും. അതുപോലെ തരാത്ത സാധനങ്ങളൊക്കെ നമ്മൾ അസ്യൂം ചെയ്ത് അതിനനുസരിച്ച് വരയ്ക്കുക. അടുത്തായിട്ട് ഓവർലേ മെത്തേഡാണ്. ഒരു മെക്കാനിസം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഡയമെൻഷൻസൊക്കെ ഡിസൈൻ ചെയ്യുന്ന വേറൊരു തരം മെത്തേഡാണ് ഓവർലേ മെത്തേഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ യൂസ് ചെയ്ത മെത്തേഡിൽ പോലെ തന്നെ ഇവിടെ നമ്മൾ ആദ്യം കുറച്ച് പൊസിഷൻ പോയിൻറ്റ്സ് കണ്ടുപിടിക്കും. എന്നിട്ട് ആ ഓരോ പൊസിഷൻസ് അച്ചീവ് ചെയ്യാനുള്ള എന്ത് ജിയോമെട്രിക് ഷേപ്പാണ് നമ്മുടെ മെക്കാനിസത്തിന് വേണ്ടത് അത് നമ്മൾ വരയ്ക്കും. അങ്ങനെ ഓരോ പൊസിഷനും വേണ്ടിയിട്ടുള്ള
ഡയമെൻഷൻസ് നമ്മൾ ഓരോന്നിൻ്റെ മീതെ ഓവർലേ ആയിട്ട് വരയ്ക്കും. അങ്ങനെ ഗ്രാജുവലി വരച്ച് അങ്ങനെ ആ മെക്കാനിസത്തിൻ്റെ കോമൺ ആയിട്ടുള്ള ജോയിൻസും പിവട്സൊക്കെ കണ്ടുപിടിച്ച് ഡയമെൻഷൻസൊക്കെ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ മെക്കാനിസം ഡിസൈൻ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫ്രോഡിൻസ്റ്റൈൻ ഇക്വേഷനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തതാണ്, 4 ബാർ ഡിസൈൻ ചെയ്തതാണ് ഈ ഇക്വേഷൻ വെച്ചിട്ട്. അപ്പോൾ അതിൽ ABCD എന്ന് പറഞ്ഞിട്ടൊരു 4 ബാറാണ് നമ്മൾ കാണിച്ചേക്കണം. AD ഫിക്സറാണ്. അപ്പോൾ അതിൽ എനെയും ബിനെയും സീനെയൊക്കെ നമ്മൾ സൈനും കോസും ആയിട്ട് റിസോൾവ് ചെയ്തിട്ടുണ്ട്, ഹൊറിസോണൽ വെർട്ടിക്കലൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഹൊറിസോണൽ കമ്പോണൻസ് എല്ലാം എടുക്കുക. എന്നിട്ട് നെറ്റ് ഫോഴ്സ് 0 എന്ന രീതിയിൽ ഇക്വേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 സൈഡും ലെഫ്റ്റും റൈറ്റും സ്ക്വയർ ചെയ്തു. ഇതുപോലെ തന്നെ നമ്മൾ വെർട്ടിക്കൽ കമ്പോണൻസ് എല്ലാം എടുക്കുന്നു, അതിന് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് 2 സൈഡും സ്ക്വയർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ വെർട്ടിക്കലും ഹൊറിസോണലുള്ള 2 ഇക്വേഷൻ കൂടി ആഡ് ചെയ്യാണ്. അങ്ങനെ ആഡ് ചെയ്തിട്ട് അത് സിംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രോഡിൻസ്റ്റൈൻ ഇക്വേഷനിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ABCDയുടെ ഇക്വേഷനും ഫ്രോഡിൻസ്റ്റൈൻ ഇക്വേഷനൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് അത് ഷോർട്ടാക്കിയിട്ട് ചെയ്താൽ മതി. ആ 2 ഒറിജിനൽ വെർട്ടിക്കൽ ഇക്വേഷൻ എടുത്തിട്ട് നമ്മുടെ ഇക്വേഷൻ അതിലേക്ക് പുട്ട് ചെയ്തിട്ട് അതിലേക്ക് എത്തിച്ചാൽ മതി. നെക്സ്റ്റ് ഗിയർ ടെർമിനോളജിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തപ്പോൾ ചെയ്തേക്കുന്ന ഇക്വേഷനൊക്കെ തന്നെയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ആ ഫിഗർ നിങ്ങൾ പഠിക്കുക. എന്നിട്ട് നമ്മൾ യൂസ് ചെയ്ത ആ ഇക്വേഷൻസൊക്കെ വെച്ചിട്ട് ആ ഡെഫിനേഷൻസ് ഒരു 3 മാർക്സിന് എഴുതാൻ പാകത്തിന് നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ഇൻ്റർഫിയറൻസ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഒരു 2 ഗിയറുകൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഒരു ഗിയറിൻ്റെ ഷേപ്പ് തന്നെ ആയിരിക്കണം അടുത്ത നെക്സ്റ്റ് മീറ്റ് ചെയ്യുന്ന ഗിയറിൻ്റെ 2 ഗിയറുകൾക്ക് ഇടയിലുള്ളത്, എന്നാലാണ് അത് പ്രോപ്പറായിട്ട് മീറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇൻവല്യൂട്ടായിട്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള പവർ ട്രാൻസ്മിഷനൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പ്രോപ്പർ ഷേപ്പല്ല 2 ഇൻവല്യൂട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടാവാനും അത് ലോക്ക് ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. ഇതിനാണ് ഇൻ്റർഫിയറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് എങ്ങനെ അവോയ്ഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അവിടെ നമ്മുടെ ആ ഫിഗറിനകത്ത് G ആണ് വീലിൻ്റെ അഡൻഡം, അതുപോലെ HF ആണ് പിനിയൻ്റെ അഡൻഡം. അപ്പോൾ HF ആണ് Gനേക്കാളും ലാർജർ. സോ I എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെ വീലിൻ്റെ അഡൻഡം സർക്കിളായിരിക്കും ആദ്യം പാസ് ചെയ്യുക ഗിയർ തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ. അതിന് ശേഷമാണ് പിനിയൻ്റെ അഡൻഡം സർക്കിൾ F എന്ന് പറഞ്ഞ പോയിൻ്റ് കൂടെ മൂവ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് മിനിമം എത്ര ടീത്ത് വേണം ഇൻ്റർഫിയറൻസ് ഒക്കെ ചെയ്യാതിരിക്കുകയാണെന്നുള്ളൊരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഇക്വേഷൻ കൂടി നിങ്ങളൊന്ന് മെൻഷൻ ചെയ്ത് വെക്കുക ഇത് ചെയ്യാൻ നേരത്ത്. അടുത്തായിട്ട് സൈക്ലോണിൽ ഇൻവല്യൂട്ടും ടീത്താണ്. അപ്പോൾ നമുക്ക് 2 രീതിയിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും ഗിയറിൻ്റെ ടീത്ത്. സൈക്ലോണിലും ഇൻവല്യൂട്ടും അതിൻ്റെ ഡിഫറൻസും വ്യത്യാസങ്ങളൊക്കെയാണ് നമ്മളവിടെ മെൻഷൻ ചെയ്തേക്കണം. അതും ഒരു 3 മാർക്സിന് വേണ്ടി നോട്ട് ചെയ്ത് വയ്ക്കുക. നെക്സ്റ്റ് ബാക്ക്ലാഷ്. അപ്പോൾ ഗിയറുകൾ തമ്മിൽ ഈ ഹയർ RPMലൊക്കെ മൂവ് ചെയ്യുമ്പോൾ അത് ടീത്ത് തമ്മിൽ വിയർ ആൻഡ് ടിയർ ഉണ്ടാവും. അങ്ങനെ കുറച്ച് മെറ്റീരിയൽ റിമൂവ് ആയിട്ട് ഒരു ഗ്യാപ്പ് ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു പ്രോപ്പർ മൂവ്മെൻറ്റ് കിട്ടില്ല. അതിനാണ് നമ്മൾ ബാക്ക്ലാഷ് എന്ന് വിളിക്കുന്നത്. അടുത്തായിട്ട് ലോ ഓഫ് ഗിയറിങ്. അപ്പോൾ ഫിഗറിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത് 2 ടീത്തിൻ്റെ തമ്മിലുള്ള കോണ്ടാക്റ്റാണ്. അതിൽ CD എന്നുള്ള പോയിന്റിലാണ് ആ 2 ഗിയർ കൂടി മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 ട്രയാങ്കിൾ നമ്മളവിടെ കൺസിഡർ ചെയ്യുക. BDF ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിൽ ACEയും. ആ കോമൺ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന 2 ഫോഴ്സാണ് VC കോസ് ആൽഫയും VD കോസ് ബീറ്റയും. ഈ 2 ഫോഴ്സിൻ്റെ സമ്മ് 0 വന്നാലാണ് നമുക്ക് റിലേറ്റീവ് മൂവ്മെൻ്റ് അവിടെ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ ഇക്വേഷൻ ആദ്യം എഴുതി വെച്ചേക്കുന്നത്. എന്നിട്ട് VCനെ ഒമേഗ AC എന്നും അതുപോലെ VDനെ ഒമേഗ VD എന്നും കൺവേർട്ട് ചെയ്തിട്ട് ആ ട്രയാങ്കിളിൽ നിന്ന് നമ്മൾ കോസിൻ്റെ ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. അപ്പോൾ ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ പ്രോപ്പറായിട്ട് ഗിയറുകൾ തമ്മിൽ മേറ്റ് ചെയ്യുള്ളൂ എന്നാണ് ലോ ഓഫ് ഗിയറിങ് പറയുന്നത്. അടുത്തായിട്ട് ഗിയറുകളിലെ കുറച്ച് ISO സ്റ്റാൻഡേർഡ്സാണ് അതിൻ്റെ നെയിമുകളും അത് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനും, അതും 3 മാർക്സിന് വേണ്ടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയും തിയറീസ് വൃത്തിയായിട്ട് നോക്കുക. 3 മാർക്സിനും 4 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട് പാർട്ട് എയിലും പാർട്ട് ബിയിലൊക്കെ. പ്രത്യേകിച്ച് ആ ഗ്രാഫിക്കൽ മെത്തേഡും അതുപോലെ തന്നെ ഗിയറിൻ്റെ നോമൻക്ലേച്ചറും കാര്യങ്ങളൊക്കെ എന്തായാലും വൃത്തിയായിട്ട് പഠിച്ചു വയ്ക്കുക.